ബിരിയാണി പീസിൽ ഇടും പോലെ കട്ട് ചെയ്യണം. ബിരിയാണി പീസിൽ ഇടും പോലെ കട്ട് ചെയ്യണം. പറ്റുമോ? ഇന്ന് ചേച്ചിക്ക് റെസ്റ്റ് അല്ലേ, ഇവിടെ നിൽക്കണം. അസിസ്റ്റന്റ് പണി. ഇത്തിരിയാ തക്കാളി ഇവിടെ. തക്കാളി ചേച്ചി ഞാൻ പറഞ്ഞു ഇത്ര നേരം. അങ്ങനെയല്ല, ഇങ്ങനെ. വിഴിഞ്ഞൻ ചക്കരയിലാണ് സാധാരണ ഇങ്ങനെ പച്ചമുളക് ഇങ്ങനെ നടക്കുന്നത്. ഇറങ്ങി വാ. നിന്റെ തൊണ്ട പോണത് കേൾക്കാൻ വേണ്ടിട്ട് ഞാൻ വെയിറ്റ് ചെയ്യണേറ്. നല്ല രസമുണ്ട് കാർക്കുള്ള വിളി. നിനക്ക് 2 കൊമ്പുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. എന്താ കാര്യം? 2 കൊമ്പ് ഓൾറെഡി തലയിലുണ്ട്. ഒന്ന് റെഡ്, ഒന്ന് ബ്ലാക്ക്. ഞാനെന്ത് ചെയ്യാനാ, കാറ്റിങ്ങനെ വെറുതെ 2 കുഴപ്പമാണ്. എന്റെ മുടിക്ക് അവിടെ അടക്കം ഒതുക്കും ഇല്ലാന്ന് നിനക്ക് അറിഞ്ഞൂടെ മാളു? ഓ എന്റെ കൊമ്പ് ഇതിന് മുന്നേ കാണാത്ത പോലെ. എന്താ ചിക്കൻ കട്ട് ചെയ്യാമോ? ബിരിയാണി പീസിൽ ഇടും പോലെ കട്ട് ചെയ്യണം. എന്ത്? ബിരിയാണി പീസിൽ ഇടും പോലെ കട്ട് ചെയ്യണം. പറ്റുമോ? ഇല്ലെങ്കിൽ ഞാൻ കട്ട് ചെയ്യാം. ബിരിയാണി അല്ലെങ്കിൽ നോയിക്കോ, കിട്ടുവടി. മാളു കിട്ടുവടിയാ? ഞാൻ ഉണ്ടാക്കും, നീ കഴിക്കുമെന്ന്. നീയാ? അയ്യോ അയ്യോ, ഞാൻ വെള്ളം ഒഴിക്കും. അടിച്ചാ ഞാൻ അപ്പൊ വെള്ളം ഒഴിക്കും. നീ വെള്ളം ഒഴിക്കാം, അതാ എനിക്ക് കാണണമല്ല. ഇല്ല ഇല്ല, ഞാൻ ഉണ്ടാക്കി ചേച്ചി കഴിച്ചാൽ മതി. ഞാൻ ഉണ്ടാക്കും, നീ കഴിക്കൂന്നാ? ഞാൻ ഉണ്ടാക്കും, നീ കഴിക്കും. ഓടി വാ. എന്ത്? ഓടി വരാൻ. പോലെ പോലെ ഉള്ളി കുഞ്ഞു കുഞ്ഞാരിയണം. വെളുത്തുള്ളി കുഞ്ഞു കുഞ്ഞാരിയണം. ഇഞ്ചി കുഞ്ഞു കുഞ്ഞാരിയണം. മല്ലിച്ചിരിയും കുഞ്ഞു കുഞ്ഞാരിയണം. കുഴപ്പമില്ല, എല്ലാം ഒരുമിച്ചിട്ട് അരിഞ്ഞാൽ മതി. എന്നെ കൊണ്ട് ചേച്ചി അരിയിക്കും പോലെ ഇതെല്ലാം അരിഞ്ഞുകൊണ്ട് വേണം. നിനക്കെന്താ പണി? ഞാൻ ഉണ്ടാക്കും, നീ കഴിക്കും. ഞാൻ സീരിയസ് ആണ്. ഞാൻ ഉണ്ടാക്കും, ചേച്ചി കഴിക്കും. പോട്ടെ. അവിടെ ഞാൻ ക്ഷമിച്ച്. ഞാൻ ഉണ്ടാക്കാൻ ചേച്ചി കഴിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ ക്ഷമിച്ച്. പോട്ടെ പോട്ടെ. നീ കഴിക്കുമെന്ന് പറഞ്ഞാൽ നീ ഉണ്ടാക്കും. സീരിയസ് ആയിട്ടാ? ഞാൻ ഉണ്ടാക്കും. ഇന്ന് ചേച്ചിക്ക് റെസ്റ്റ് അല്ലേ, ഇവിടെ നിൽക്കണം. അത് റെസ്റ്റ്. അസിസ്റ്റന്റ് പണി, റെസ്റ്റ്. പോട്ടെ പോട്ടെ. ഒരു കറി ഉണ്ടാക്കുന്നതിന് ഇത്ര ജാട? അപ്പൊ ജാടയല്ല, മനസ്സിലായി. പ്ലം കേക്ക് ആയതുകൊണ്ട് ഞാൻ ഏറ്റവും വലിയ പീസ് എനിക്ക് തോന്നി. കൊള്ളാം.
മാളു നമുക്കൊരു സംശയം ചമച്ചിയോ? സംശയം നീ എന്താ വലുതാവാത്ത വെളുക്കാവാത്തന്നെ വലുതാവാത്തേന്ന് എനിക്ക് അറിഞ്ഞതാ. ചേച്ചി ഒരു 10-30 കഴിഞ്ഞല്ലോ. ഒരു 10-50 വയസ്സാകുമ്പം ചേച്ചി കിളവിയായി നരച്ച് മുത്തശ്ശിയായിട്ടാവും. ഞാൻ ഒരു 10-30-40 വയസ്സിൽ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഒരു 40 വയസ്സും എന്നെ കാണുമ്പോൾ ഒരു 30 അതൊക്കെ തോന്നുള്ളൂ. നീ ഇപ്പൊ ഭക്ഷണം കുറവാ മാളു. എന്നാലും ഹൈറ്റ് വെക്കേണ്ടല്ലേ. കളഞ്ഞിട്ട് പോയി. കയ്യും പോയി. പൊട്ടിയാ? പൊട്ടിയില്ല. പൊട്ടിയാണോ? കേക്ക് പോയതിന്റെ സങ്കടം. എന്താ മാന്തിയാ? മാന്തിന്ന് ഞാൻ വാക്കിയത് വെച്ച് നലിച്ചു ചുണ്ടുപോയേന്. എന്നിട്ട് ദുഷ്ടന് അവിടെ കന്നോണ്ട് പോയിരിക്കുന്നത്. പണ്ട് എനിക്ക് ഇവിടെ മുഖത്ത് മാന്തി പോയിട്ടുണ്ട്. പോവാം. ചേച്ചി കഴിക്കണ്ട. ഞാൻ പിന്നെ കഴിച്ചോളാം. എന്നാ ഞാൻ ദുഷ്ടത്തി. ചേച്ചി ചേച്ചി ആ ഇന്നെങ്ങാഞ്ഞ് വല്ല വരുവോ? എന്റെ മാളു ഹോ കണ്ട ഇതാ വ്യത്യാസം. എന്താ? ഞാനാണെങ്കിൽ ഇവിടെ മുളകൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഇതെല്ലാം നേരത്തെയാണ്. നീ ആയതുകൊണ്ട് ഇതൊന്നും ഇവിടെ റെഡി ആയിട്ടില്ല. ആര് പറഞ്ഞു ഇത്രയും വേണോന്ന്? ഇത് ആര് പറഞ്ഞു ഇതൊക്കെ വേണോന്ന്? ആര് പറഞ്ഞു? മല്ലിയുണ്ടോ? മല്ലിജീരേ ഇതായിരിക്കണം. ഇഞ്ചി എവിടെ? ഇതിന്റെ അടിയില്. വെളുത്തുള്ളിയുടെ അതിന്റെ അടിയില്. നീ എന്നെ തല്ലുവല്ലോ മാള് കുറച്ചുകൂടെ കഴിഞ്ഞാ. മനഃപൂർവ്വം ചെയ്തല്ലേ. ഇതെന്താ? മീറ്റ് മസാല. ഇനി എണ്ണ ചൂടാകുമ്പോ അതൊക്കെ തട്ടണം കേട്ടോ. ഞാൻ തട്ടണമെങ്കിൽ ഇതൊക്കെ എന്തിനാ കൈ പിടിച്ചോണ്ട് നിൽക്കണേ? പാടില്ലായിരുന്നു അത് കിളക്കാൻ. തട്ട ഇത് വേണ്ടല്ലോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പുകയെ സഹിക്കണം. ഞാൻ മാറിത്തരും അങ്ങോട്ട്. ഇടട്ടെ? കേട്ടോ. പണിയെടുക്ക്. മൊത്തത്തിലിടാനാ? മൊത്തം. അതായത് പച്ചമുളക് എല്ലാം കൂടെ, ഇഞ്ചിയൊക്കെ ഇടട്ടെ? വെളുത്തുള്ളി കണ്ട ചേച്ചി വന്നോടെ പുകയും കൂടി. പയ്യെ എന്നെ അങ്ങോട്ട് മാറ്റി കള്ളി. എന്നിട്ട് നീ ഉണ്ടാക്കി എന്നുള്ള പേര് മല്ലിച്ചീര ലാസ്റ്റ് ഇട്ടാ പോരെ? അല്ലേ അത് വയൻ്റെ പോലും. ഉപ്പ് ഇത്തിരിയാ. ഞാനിടണോ അതോ നീ ഇടണോ? തലയിരിക്കാൻ വാലാടാൻ പാടില്ലല്ലോ അങ്ങോട്ട്. അല്ലാതെ എനിക്ക് അറിഞ്ഞൂടാത്തോണ്ട് തരാട്ടാ. മനസ്സിലായി. അത് ഒരു റെസ്റ്റ് കൊടുക്കുമാണോ? അതെന്ത്? എനിക്കറിയാം. ഞാൻ കൊട്ടുമ്പോ ചേച്ചി പറഞ്ഞല്ലേ എന്ത്? ഞാൻ അത് ഒതുക്കിയിട്ട് ശേഷമല്ലേ ചേച്ചി പറഞ്ഞു. ഞാൻ ഒതുക്കുമ്പോൾ ചേച്ചി അറിഞ്ഞൂടെ ഞാൻ റെസ്റ്റ് കൊടുക്കാൻ ഞാൻ പോണേന്ന്. കൺട്രാക്ട് അല്ലേ. ടുഡേ ഈസ് മൈ ഡേ. കൺട്രാക്ട് അല്ലേ അതാ? സാധാരണ ഞാൻ ഊതാറുണ്ട്. ഊതി അങ്ങനെയല്ല, ഇങ്ങനെ ഞാൻ കയ്യിലുള്ള ഉപ്പ് തുടച്ച് മാറ്റിയത്, അല്ലാണ്ട് കൈ കൊട്ടിയതല്ല. എന്റെ ദൈവമേ, എന്തും ഇങ്ങനെയായിരുന്നു ഞാൻ രക്ഷപ്പെട്ടേനെ. ഒന്ന് പാവം എൻ്റെ അമ്മായിക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാ. പക്ഷെ അമ്മ ഇന്ന് മാളൂനെ തേച്ച്. അല്ല, അമ്മായി നോക്കുമ്പോ മുളക് പൊടിയൊന്നും ചപ്പചാരിമത്തോട്ട് നോക്കുമ്പോ മൊത്തം മുളക്. ഓ തക്കാളി ഇവിടെ. തക്കാളിയാ? ഞാൻ തക്കാളി എന്നോട് പറഞ്ഞില്ലല്ലോ. ഓടിപ്പോ തക്കാളി വേണം. ഒരു 2-3 എണ്ണം. ഓടിപ്പോ കത്തിയും കൂടെ ഓടിപ്പോയിട്ട് എടുത്തിട്ടോ. എന്നിട്ട് അരിഞ്ഞ് ഇതിനകത്തേക്ക് ഇട്. പെട്ടെന്നിട്. കളഞ്ഞു. കഥയുണ്ട.
ഇങ്ങനെ നൈസായിട്ടാ കുനുകുനായിട്ടാ? നൈസായിട്ട്, എന്നിട്ട് കുഞ്ഞു കുഞ്ഞായി. കുഞ്ഞു കുഞ്ഞാ. ആ വേറെ ഒരു പൊടിയും വേണ്ടേ? വേറെ ഒരു പൊടിയും വേണ്ട. ഇടട്ടെ മാഡം? ഇട്ടോളൂ. എന്താ പക്കം? ഇത്തരം പോലെ ഒന്നുകൂടി വേണം. ആ പോയ തക്കാളി കൂടെ വേണോ? അതില്ലേലും കുഴപ്പമൊന്നുമില്ല. വേണേ കഴുകിയെടുത്തോണ്ട് വരാം. ആ ഇത് ഇന്നെല്ലാം കിട്ടുമോ? തക്കാളി അരിയാൻ പറഞ്ഞ ഇത്ര നേരോ? Today is my day, Children's Day. മതിയാ? മറ്റേ വേണോ? ചിക്കൻ വേണം. എടുത്തിട്ട് വരൂ. പോയിട്ട് വരൂ. വെള്ളം ഒഴിക്കണ്ടേ? ആദ്യം തക്കാളി ഒന്ന് വഴണ്ടോട്ടെ. എടുത്തിട്ട് വരൂ. വിളിക്കാൻ വേണ്ടി പോവായിരുന്നു. നിന്നെ കണ്ടിട്ട് എനിക്ക് ചിരി വരായില്ല കേട്ടാ മാളു. വെള്ളം ഒഴിച്ചിട്ട് മതി. വെള്ളം ഒഴിച്ച I know. You shut up. ആദ്യം തക്കാളിന്ന് വഴണ്ടട്ടെ. സമാധാനപ്പെടും, തീർത്തിപ്പെടാതെ. അതെടുത്തോളൂ. മല്ലിച്ചീര എടുത്തിടാൻ. മല്ലിച്ചീരയോ? ഓ ഇട്ടോളൂ. മതി. നീ വായിലോട്ട് വെച്ചില്ലല്ലോ. ഉപ്പില്ലല്ലേ? ഉപ്പുണ്ടോ? ഇനി ചിക്കൻ ഇടൂ. ഉപ്പ് കുറച്ചിടൂ. ഞാൻ അതിൽ ചോദിച്ചു ഉപ്പുണ്ടാന്ന്. കുറച്ച് വെള്ളം ഒഴി. അയിഞ്ഞോ ഒഴിച്ചില്ലല്ലോ. ഞാൻ വെള്ളം ഒഴിക്കാൻ പോയാൽ കയ്യിൽ ഉപ്പ് തട്ടി കളയായിരുന്നു. ഒഴിക്കോ ഒരു ഗ്ലാസ് കൂടെ. അയിഞ്ഞോ, ആ ഗ്ലാസ്സിൽ വെള്ളം തീർന്ന് അടുത്ത ഗ്ലാസ് എടുക്കണ്ടേ? എന്ത് കഷ്ടമാണിത്. ചിക്കൻ വേവണ്ടേ? അതിന് വെള്ളം വേണം. എനിക്കറിയാം. കുറച്ചുകൂടെ ഒഴിച്ചോ? എനിക്കറിയാം. ഇളക്കമില്ലേ? കണ്ടക്കടിക്കല്ലേ? ഇത് തിളച്ചിട്ടിടണോ അതോ തിളയ്ക്കുന്നതിന് മുന്നേ ഇടണോ? ഇല്ല, ഇട്ടോ. തിളയ്ക്കണ്ട? വേണ്ട, ഇട്ടോ. ഒതുക്കിയിട്. സരിത ചേച്ചി ആവാൻ പറ്റിയ ദിവസം. അതോടെ നീ ബിരിയാണി കട്ടെന്ന് പറഞ്ഞു. ഞാനാ കട്ട് ചെയ്തേ. അല്ല, ഈ കറി ഉണ്ടാക്കാനാണോ ബിരിയാണി കട്ടെന്ന് പറഞ്ഞേന്ന്? അതെ. എരി കൂടിയ ചേച്ചിയുടെ കുറ്റമാണ്. ചേച്ചിയാണ് മുളക് കഴിഞ്ഞതും എല്ലാം ചെയ്തത്. നീ ആദ്യമേ നീ എൻ്റെ തലയിലോട്ട് ഇടണം അല്ലേ? കറി നന്നായി എന്റേതാണ്. ഞാനാണ് ചേച്ചി മുളക് കരിയാൻ പറഞ്ഞു. മാളു, ഇത്തിരിയും കൂടി വെള്ളം ഒഴിക്കട്ടെ. വിരോധം ഉണ്ടോ? ഇല്ല. അതാണ് ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞത്. അങ്ങനെയല്ല, നമ്മളെല്ലാം നോക്കിയിട്ടേ ചെയ്യാവും. ഞാൻ പറഞ്ഞു കണ്ടറക്കടിക്കില്ലെന്ന്. ടുഡേ ഈസ് മൈ ഡേ, ചിൽഡ്രൻസ് ഡേ. ഇനി അടപ്പെടുത്തിട്ട് വരും. ഇത് വെച്ച് അടച്ചാൽ മതിയോ? മതിയോ. അകത്ത് പോവരുത് പക്ഷെ. ഓക്കെ, അതിന് വെച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. കമാ വാ, ഞാൻ കഴുകിയിട്ട് വരാം. പ്ലം പോലെ ഇരിക്കുന്ന ആപ്പിൾ അല്ലേ മാളു? തക്കാളി പോലെ ഇരിക്കുന്ന ആപ്പിൾ അല്ലേ മാളു? എല്ലാത്തിനും അങ്ങ് മൂള് കാണോ? ആപ്പിൾ തക്കാളി.
എനിക്കിന്ന് കത്തി വേണ്ട, ഞാനിങ്ങനെ കടിച്ചിനാണ്. ഞാൻ ടേസ്റ്റ്. ഇത് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ട്. എന്താ ഇഷ്ടപ്പെട്ട? തരൂല. എനിക്കറിയാം. അമ്മ ഇന്ന് വരുമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇന്ന് കറി ഉണ്ടാക്കി ഇറങ്ങിയ. മസാലയൊന്നും ഇല്ല കേട്ടോ. പക്ഷെ അമ്മ വരില്ലെന്ന് ഇപ്പോഴല്ലേ പറയണേ. ഒരു പിയറിൻ്റെ ടേസ്റ്റ് ഇത്. നോക്ക്, മനസ്സിലായില്ലേ? കഴിക്കണ്ട ഇനി പോയാലോ? വാ. കരള് കരള് എവിടെ പോയി തപ്പുന്നുള്ളത് എനിക്ക് അറിഞ്ഞു. ഇത് കരളല്ലേ? റബ്ബർ പോലത്തെ സാധനം അല്ലേ? കാണുന്നില്ല, കാണുന്നില്ല. കഴിച്ചു നോക്ക് ഫസ്റ്റ്. അതെ, നീയും കഴിച്ചു നോക്ക്, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. ഞാൻ കഴിച്ചത് അഴിവല്ലേ? അതെ, അഴിവ. നല്ല സ്മെല്ലുണ്ട്. എന്ത് സ്മെല്ല്? നല്ല ടേസ്റ്റുള്ള സ്മെല്ല്. ഞാൻ നോക്കട്ടെ, ഞാൻ നോക്കിയിട്ട് പറയാം. സിമ്പിൾ ആൻഡ് ഹമ്പിൾ. നന്നായിട്ടുണ്ട്. പച്ചമുളക് മാത്രമേ ഉള്ളൂ എന്നൊന്നും തോന്നില്ല അല്ലേ? ഒന്നില്ലെങ്കിൽ നീ ഇത് ഏതെങ്കിലും കൂട്ടുകാരികൾ കൊണ്ടുവന്ന് കഴിച്ചതായിരിക്കും, അല്ലെങ്കിൽ നിന്നോട് ഇത് ആരെങ്കിലും പറഞ്ഞു തന്നതായിരിക്കും. സീക്രട്ട് വെളിയിൽ പറയില്ല. ഇനി എപ്പോഴെങ്കിലും എന്നോട് ചോദിക്കട്ടാ എവിടെ നിന്ന് കിട്ടിയെന്നൊക്കെ, അപ്പം ഞാൻ ഇതുവരെ മറുപടി പറയും. പക്ഷെ ആ റെസിപ്പി എനിക്ക് ഇവിടെ കിട്ടുമല്ലോ. കോമ്പിനേഷൻ സൂപ്പർ. ആ ചൂട് കട്ടൻ ചായ കൂടി കുടിക്കട്ടെ. നമ്മുടെ ഈ കാറ്റിന് കട്ടൻ ചായ പെട്ടെന്ന് തണുത്തു. ഇനി മുതലൊരു കാര്യം ചെയ്യാം. ഞാൻ ചെയ്യില്ല. ഉണ്ടാക്കിയിട്ട് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടു. പിന്നെന്താ? എനിക്ക് തോന്നണം ചെയ്യണമെങ്കിൽ. ഓ, ഇത് പറഞ്ഞ പോലെ ഞാൻ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചതല്ലല്ലോ അല്ലേ? അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇത് എരിവുണ്ടെന്ന് തന്നെ പറഞ്ഞേനെ. പറയും. എനിക്ക് വേണം കറി. ഒരു രുചിയുള്ള ഒരു എരിവ് അല്ലേ? മട്ടിക്കുന്ന എരിവല്ല. അതല്ല, അത് മസാല ചേർത്തിട്ടില്ലല്ലോ അധികം. എന്ത് ചെയ്യാൻ? ബുദ്ധി വേണം, ബുദ്ധി. വിഴിഞ്ഞൻ ചക്കനിലാണ് സാധാരണ ഇങ്ങനെ പച്ചമുളക് ഇങ്ങനെ കിടക്കുന്നത്.